നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 10th പ്രിലിംസ് അവസാനഘട്ട പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്കായി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ഒറ്റ ക്ലാസ്സിൽ നിന്ന് 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ആ രീതിയിലാണ് ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ചോദ്യം: ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണം. ഇവിടെ തന്നിരിക്കുന്നതിൽ അവസാദ ശില കൽക്കരിയാണ് അവസാദ ശില. അപ്പോൾ കൽക്കരിയെ അതിലടങ്ങിയിരിക്കുന്ന കാർബണിന്റെ അളവനുസരിച്ച് 4 തരംതിരിക്കാം. എങ്ങനെയൊക്കെ? ആന്ത്രാസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്, പീറ്റ്. ആന്ത്രാസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്, പീറ്റ് അതിലടങ്ങിയിരിക്കുന്ന കാർബണിന്റെ അളവനുസരിച്ചാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി ഏതാണെന്ന് ചോദിച്ചാൽ ആന്ത്രാസൈറ്റ് ആണ്. ആന്ത്രാസൈറ്റ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഏതാണ്? ആന്ത്രാസൈറ്റ് ആണ്. ഏറ്റവും കുറവ് കാർബണിന്റെ ശതമാനം അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ കാർബണിന്റെ അളവ് അടങ്ങിയിരിക്കുന്ന കൽക്കരി പീറ്റ് ആണ്. അതിൽ 55.44% കാർബൺ അടങ്ങിയിരിക്കുന്നത്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഏതാണെന്ന് ചോദിച്ചാൽ ലിഗ്നൈറ്റ്. ഇന്ത്യയിലെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കൽക്കരി ഏതാ? അത് ബിറ്റുമിനസ് കൽക്കരിയാണ്. ബിറ്റുമിനസ് കോൾ. അപ്പൊ അവസാദ ശിലകൾ വ്യത്യസ്ത തരത്തിലുള്ള പാളികളായി നിലകൊള്ളുന്ന ശിലകളാണ് അവസാദ ശിലകൾ. അവസാദ ശിലകൾക്ക് ഉദാഹരണം ഏതൊക്കെ? ചുണ്ണാമ്പുകല്ല്, മണൽക്കല്ല്, ഷെയിൽ, ചോക്ക്, കൽക്കരി മുതലായവയൊക്കെ അവസാദ ശിലയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഇനി കായാന്തരിത ശില. കായാന്തരിത ശിലയ്ക്ക് അതായത് മെറ്റമോർഫിക് റോക്സിന് ഉദാഹരണങ്ങൾ ഏതൊക്കെ? ഗ്രാനൈറ്റ്, സ്ലേറ്റ്, ഷിസ്റ്റ്, മാർബിൾ മുതലായവ കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ്. ബസാൾട്ട് ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ്. ബസാൾട്ട് ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണെന്ന് ഓർക്കുക. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കിയാലോ. ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ദിമിത്രി മെൻഡലീവ് ആണ് ആവർത്തന പട്ടികയുടെ പിതാവ്. മെൻഡലീവ് ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ്. അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ഹെൻറി മോസ്ലി. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളായ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ മുതലായ പരീക്ഷകളുടെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസുകളിലാണ് എല്ലാ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബാച്ചസ് ഏതൊക്കെയാണെന്ന് പറയാം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ, 10th മെയിൻസ്. ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് 10th മെയിൻസ്. പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പിക്കാവുന്ന കുറെ പോസ്റ്റുകളാണ് 10th മെയിൻസിലുള്ളത്. സെക്രട്ടേറിയറ്റ്, OA, സ്റ്റോർ കീപ്പർ, പിയൂൺ മുതലായ പോസ്റ്റുകൾ. പിന്നെ ഇനി വരാനിരിക്കുന്ന കമ്പനി, LGS, ബെവ്കോ, LD, VFA എല്ലാ കോഴ്സുകളും നമ്മുടെ ആപ്പിൽ വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10th പ്രിലിംസിന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ 10th പ്രിലിംസ് ഈ കഴിഞ്ഞ ഘട്ടങ്ങളുടെ എല്ലാത്തിന്റെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ എല്ലാ കോഴ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ മാത്രമല്ല ബാക്കി PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT ഓൾറെഡി ഉണ്ട്, പുതിയ SCRT 5, 7, 9 ക്ലാസ്സുകളിലെ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കോഴ്സ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫുൾ സിലബസ് കവറേജും, ഷോർട്ട് കറണ്ട് അഫയേഴ്സും, മന്ത്ലി കറണ്ട് അഫയേഴ്സും, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസും, പുതിയ SCRT, പഴയ SCRT, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GKയും എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും. കൂടാതെ എന്നോട് ഡയറക്ട്ലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. എന്നോട് ഡയറക്ട്ലി നിങ്ങൾക്ക് ചോദിച്ച് ഓരോ ക്ലാസ്സും കണ്ടിട്ട് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനും പറ്റും. എല്ലാ ക്ലാസ്സുകളും ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് വരുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസ് നിങ്ങൾ കയറി ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് എല്ലാ ക്ലാസ്സുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സുകളും തുടക്കക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ബേസ് ലെവൽ ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ ബിഗിനർ ആണെങ്കിലും ഓൾറെഡി PSC പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ആര് വേണമെങ്കിലും നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.
ഇനി മൂലകങ്ങളുടെ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആര്? ലോ ഓഫ് ഒക്ടേവ്സ് ആവിഷ്കരിച്ചത് ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് ആണ്. ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ്. ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഇനി മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചത് ആരാണ്? ആന്റോയിൻ ലാവോസിയ. ആന്റോയിൻ ലാവോസിയ. ആധുനിക ആവർത്തന പട്ടികയിലെ പിരീഡുകളുടെ എണ്ണം എത്രയാണ്? 7 പിരീഡുകൾ. ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? 18 ഗ്രൂപ്പുകൾ. ആധുനിക ആവർത്തന പട്ടികയിലെ ആകെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 118. ഇതെല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെൻഡലീവ്. ഇദ്ദേഹത്തിന്റെ രാജ്യം ഏതാണ്? റഷ്യയാണ്. മെൻഡലീവ് ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? അറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. മൂലകങ്ങളുടെ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ന്യൂലാൻഡ്സ് ആണ്. ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ്. മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചത് ആരാണ്? ആന്റോയിൻ ലാവോസിയയാണ്. ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ. ആധുനിക ആവർത്തന പട്ടികയിലെ ആകെ പിരീഡുകളുടെ എണ്ണം 7, ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. ആധുനിക ആവർത്തന പട്ടികയിലെ ആകെ മൂലകങ്ങളുടെ എണ്ണം 118. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? ബന്ധപ്പെടാത്തത് ഇവയെല്ലാം ബന്ധപ്പെട്ടതാണേ. ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. ആദ്യഘട്ടം ട്രെയിൻ 18 എന്ന് അറിയപ്പെട്ടു. അതായത് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യകാല നാമം ട്രെയിൻ 18 എന്നതാണ്. ഉദ്ഘാടനം ഫെബ്രുവരി 5, 2019. ശരിയാണ്. ആദ്യ യാത്ര ഡൽഹിക്കും വാരണാസിക്കും ഇടയിലായിരുന്നു. ശരിയാണ്. ആദ്യ യാത്ര ഡൽഹിക്കും വാരണാസിക്കും ഇടയിലായിരുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ പരിപൂർണ നിയന്ത്രണത്തിലാണ് സർവീസുകൾ നടത്തപ്പെടുന്നത്. ഓൾ ഓഫ് ദി എബോ ബന്ധപ്പെടാത്തത് എന്ന് ചോദിച്ചിട്ട് ഇവിടെ ഓൾ ഓഫ് ദി എബോ ബന്ധപ്പെട്ടതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏതാണ്? വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യകാല നാമം എന്ത്? ട്രെയിൻ 18 എന്നതാണ്. ട്രെയിൻ 18നെ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പുനർനാമകരണം ചെയ്തത് 2019 ജനുവരി മാസം 27-നാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അർദ്ധ അതിവേഗ ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ വന്ദേ ഭാരത് എക്സ്പ്രസ്. ദക്ഷിണ റെയിൽവേയുടെ എത്രാമത്തെ വന്ദേ ഭാരതാണ് കേരളത്തിലേത് എന്ന് ചോദിച്ചാൽ മൂന്നാമത്തത്. ഒരു 10 മുൻവർഷ ചോദ്യം നോക്കിയാലോ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാ? ബുധൻ. ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെ? ബുധനും ശുക്രനുമാണ് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ. പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രൻ. ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? ശുക്രൻ അഥവാ വീനസ് ആണ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ബുധനാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹം ഏതാണ്? ശുക്രൻ. അപ്പൊ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ബുധൻ. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധനും ശുക്രനും. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹം ശുക്രനാണ്. ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നതും ശുക്രനാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിനം ഏതാണ്? സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. പ്രധാനപ്പെട്ട ദിനങ്ങൾ നോക്കാം. PSC പരീക്ഷകളിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ. ജനുവരി 1 ആഗോള കുടുംബ ദിനമാണ്. ജനുവരി 1 ആഗോള കുടുംബ ദിനം. ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 12 ഡാർവിൻ ദിനം. ഫെബ്രുവരി 4 ക്യാൻസർ ദിനമാണ്. ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനം. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനം. മാർച്ച് 8 വനിതാ ദിനമാണ്. മാർച്ച് 8. മാർച്ച് 15 ഉപഭോക്തൃ ദിനം.
മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയരോഗ ദിനം. വനജയുടെ കാലിൽ ക്ഷയം എന്ന് ഓർത്താൽ മതി. വനജ വനദിനം ജലദിനം, കാലിൽ കാലാവസ്ഥാ ദിനം, ക്ഷയം ക്ഷയരോഗ ദിനം. മാർച്ച് 27 നാടക ദിനം, ഏപ്രിൽ 22 ഭൗമദിനം, ഏപ്രിൽ 23 പുസ്തക ദിനം. ഏപ്രിൽ 22 ഭൗമദിനം, ഏപ്രിൽ 23 പുസ്തക ദിനം. മെയ് 1 തൊഴിലാളി ദിനം, മെയ് 3 പത്രസ്വാതന്ത്ര്യ ദിനമാണ്. മെയ് 3 പത്രസ്വാതന്ത്ര്യ ദിനം. മെയ് 8 റെഡ് ക്രോസ് ദിനം. ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. മെയ് 8 റെഡ് ക്രോസ് ദിനം. മെയ് 22 ജൈവ വൈവിധ്യ ദിനം. മെയ് 22ന്റെ പ്രത്യേകത എന്താ? ജൈവ വൈവിധ്യ ദിനം. ജൂൺ 1 ലോക ക്ഷീര ദിനമാണ്. ജൂൺ 1 ലോക ക്ഷീര ദിനം. ജൂൺ 5 പരിസ്ഥിതി ദിനം. ജൂൺ 5 പരിസ്ഥിതി ദിനം. ഇനി ജൂലൈ 11 ജനസംഖ്യാ ദിനമാണെന്ന് ഓർക്കുക. ജൂലൈ 11 ജനസംഖ്യാ ദിനം. ഓക്കെ, അപ്പൊ ഇതില് എപ്പോഴും ചോദിക്കുന്ന മാർച്ച് 21, 22, 23, 24, ഏപ്രിൽ 22, മെയ് 22 ജൈവ വൈവിധ്യ ദിനം എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്നതിൽ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ഒരു ഖാരിഫ് വിളയാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. അപ്പോൾ ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. ഉയർന്ന താപനില വേണം എന്ന് പറയുന്നു. എത്രയാണ്? 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ. ധാരാളം മഴ വേണമെന്ന് പറയുന്നു. 180 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ വേണം. 24 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനില വേണം. 180 സെന്റിമീറ്റർ കൂടുതൽ എന്ത് വേണം? മഴയും വേണം നെൽകൃഷിക്ക്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. ഇനി പശ്ചിമ ബംഗാളിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട നെല്ലിനങ്ങൾ ഏതൊക്കെ? അമൻ, ബോറോ എന്നിവയാണ്. അമൻ, ബോറോ. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കാം. അയ്യങ്കാളിയെ പറ്റിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം ഏത്? 1907 ആണ്. 1907. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം ഏതാണ്? സാധുജന പരിപാലിനി. സാധുജന പരിപാലന സംഘ സ്ഥാപകൻ ആര്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയ വർഷം ഏത്? 1938. 1938. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. വില്ലുവണ്ടി സമരം നടന്ന വർഷം 1893. 1893. അയ്യങ്കാളി അന്തരിച്ച വർഷം 1941. ഇനി അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ഏതാ? 1911. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ഹരിജൻ ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി ജനിച്ചതെന്ന് 1863 ഓഗസ്റ്റ് മാസം 28. 1863 ഓഗസ്റ്റ് മാസം 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. ഇദ്ദേഹം അന്തരിച്ചത് 1941. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയും ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചതാരാണ്? ഇന്ദിരാഗാന്ധിയുമാണ്. ഇന്ദിരാഗാന്ധി. ഓക്കെ, 10ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ, അത് ഞാൻ പറഞ്ഞ ഒരു 5 മാർക്കെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് എല്ലാ കോഴ്സുകളും കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടണം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഹർഷിതം എഡ്യൂടെക് എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.